കുറേ പേരുകളുള്ള സൂറത്താണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിപ്പോൾ ഈ സൂറത്തു ഫിൽ ഖുർആൻ സലാസൂന ആയ എന്നുള്ള ആ ഹദീസിൻ്റെ അവസാനത്തിൽ വഹിയ സൂറത്തു തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറഞ്ഞു. സൂറത്തു തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ ആ സൂറത്തിന് വന്ന പേര് ഏതാണ്? അത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്നാണ്. അതേപോലെ ചില റിപ്പോർട്ടുകളിൽ കാണാം തബാറക്കൽ മുൽക്ക്, തബാറക്കൽ മുൽക്ക് എന്നീ സൂറത്തിന് പേര്. അതേപോലെ സൂറത്തുൽ മുൽക്ക്, അൽ മുൽക്ക് എന്ന പേര് ഈ സൂറത്തിനുണ്ട്. അതേപോലെ ഈ സൂറത്തിന് സൂറത്തുൽ മാനിയ റസൂലുള്ള പറഞ്ഞു ഹദീസിൽ, സൂറത്തുൽ മുൽക്ക് ഹിയൽ മാനിയത്തു മിൻ അദാബിൽ ഖബർ. ഹിയൽ മാനിയ, അൽ മാനിയ എന്ന് പറഞ്ഞാൽ പിന്നെ ഖബർ ശിക്ഷയിൽ നിന്ന് ചെറുക്കുന്നത്, തടുക്കുന്നത്. അപ്പോൾ അൽ മാനിയ എന്നതിന് പേരുണ്ട്. അതേപോലെ വേറെയും എത്ര പേര് വയ്യും? 4. അൽ മുജാദല എന്ന ഒരു പേര് പറയപ്പെട്ടു. മുജാദല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഖബറിലേക്ക് വരുമ്പോൾ ഈ സൂറത്താണ് എന്ത് ചെയ്യുക, ഖബറിലേക്ക് വരുന്നവനോട് തർക്കിക്കുക ഈ വ്യക്തിക്ക് വേണ്ടി. ആ അർത്ഥത്തിൽ മുജാദല എന്നൊരു പേര് ഇതിന് പറയപ്പെട്ടിട്ടുണ്ട്. മുജാദല വേറെ ഈ സൂറത്ത്, മുജാദല വേറെ സൂറത്തുണ്ട്. അതേപോലെ ഈ സൂറത്തിനും അങ്ങനെ ഒരു പേര് പറയപ്പെട്ടിട്ടുണ്ട്. വാഖിയ, വാഖിയ എന്ന ഈ സൂറത്തിന് പേരുണ്ട്. അൽ വാഖിയ, വാഖിയ അല്ല, അതിനല്ല, പിന്നെ വാഖിയ. വാഖിയ വാഖിയ എന്ന് പറഞ്ഞാൽ വിഖായ, സുരക്ഷിതത്വം, സംരക്ഷണം എന്നർത്ഥത്തിൽ. വിശുദ്ധ ഖുർആൻ സൂറകളുടെ പ്രത്യേകത, ചില സൂറത്തുകൾക്ക് ഒരു പേരാണെങ്കിൽ ചില സൂറത്തുകൾക്ക് 2 പേര്, ചില സൂറത്തുകൾക്ക് പിന്നെ ഇപ്പം ഇതിന് 8ഓളം പേരുകൾ വായിക്കാൻ സാധിച്ചു തഫ്സീറുകളിൽ. പിന്നെ ചില സൂറത്തുകൾക്ക് അതിലേറെ 10 പേരുകൾ. ഇങ്ങനെ ചില സൂറത്തുകൾക്ക് 30ഓളം പേരുകൾ. 30ഓളം പേരുള്ള സൂറത്ത് ഏതാ? സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ പിന്നെ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുകളുടെ പേരുകൾ അത് പിന്നെ പലതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ സൂറത്തുകൾ ആയത്തുകളുടെ എണ്ണം ഉണ്ട്. ഈ സൂറത്തുൽ മുൽക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ആയത്തുകളുടെ എണ്ണം നടന്നിട്ടുണ്ട് എന്നുള്ളത്. ആയത്തുകളുടെ എണ്ണം എന്ന് നടന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താ, സൂറത്തു ഫിൽ ഖുർആൻ സലാസൂന ആയ, 30 ആയത്തുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ആയത്തുകൾ എണ്ണി തിട്ടപ്പെടുത്തുക എന്നുള്ളത് തിരുനബിയുടെ കാലത്ത് നടന്ന വിഷയമാണ് എന്നുള്ളത്.